അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് പല വിവാദങ്ങളും. ഈ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നത് ചില ആൾക്കാരെ ഹോബിയാണ്. അതിങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കും. വിശുദ്ധ റമദാൻ മാസം വന്നിട്ടുണ്ടെങ്കിൽ തറാവീൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ വിവാദങ്ങൾ, എത്ര റക്അത്ത് നിസ്കരിച്ചു എന്നുള്ളത് വിവാദം ഉണ്ടാക്കണമെന്ന് പലപ്പോഴും തറാവീ നിസ്കരിക്കലുണ്ടാവില്ല. എന്നാലും ആ എണ്ണത്തിൻ്റെ പേരിൽ കച്ചറയാണ്. വളരെ വ്യക്തമായി നബിയും സഹാബത്തുമൊക്കെ നിസ്കരിച്ചതിൻ്റെ എണ്ണം മുൻഗാമികളാകുന്ന അയിമ്മത്ത് എഴുതി വച്ചിട്ടും അതൊക്കെ മാറ്റിവെച്ചിട്ട് സ്വന്തം ഇജ്തിഹാദിലൂടെ 8, 3, 11 എന്ന് ഗവേഷണം കണ്ടെത്തിയിട്ട് അത് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ. തീരൂല, കൊല്ലം ഈ സംശയം വന്നുകൊണ്ടിരിക്കും, കൊല്ലം ഈ വിവാദം ഉണ്ടാവുകയും ചെയ്യും. ഇനി റബീഉൽ അവ്വൽ മാസം വന്നിട്ടുണ്ടെങ്കിലോ ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ, മദ്ഹുകൾ ഗദ്യപദ്യ രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ള കാര്യത്തിൽ ചർച്ച. ചില ആൾക്കാരുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ട് ഇവർ പ്രവാചകന്മാരുടെ വിരോധികളാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ മഹത്വത്തിനെതിരെയും മഹാത്മത്തിനെതിരെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ശക്തമായ രൂപത്തിൽ ഇവർക്ക് മഹാന്മാരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ കേട്ടുകൂടാ. ഗദ്യമായും പദ്യമായും പറയുന്ന ഒന്നും പറ്റൂല. ശക്തമായി മൗലൂദിനെതിരെ. എങ്കിൽ വിശുദ്ധ ഖുർആനിലും പൂർവികരാകുന്ന അമ്പിയാക്കന്മാരുടെ മദ്ഹുകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻഗാമികളുടെ മഹത്വങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സഹാബത്ത് റളിയല്ലാഹു അൻഹും ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ ഗദ്യമായും പദ്യമായും പറഞ്ഞിട്ടുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പദ്യമായി പറയുന്നതിന് വേണ്ടി ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾക്ക് മദീനത്തെ പള്ളിയിൽ സ്റ്റേജ് വരെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇവർക്കൊക്കെ അറിയുന്ന സംഗതിയാണെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയുന്നതിനോട് ഒരു വിയോജിപ്പും അങ്കലാപ്പും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ. പറയാതിരിക്കാൻ വിചാരം. ഇനി റബീഉൽ അവ്വൽ മാസം ആ വിവാദം കൊല്ലം വരും, കെട്ടടങ്ങും. റമദാനിലെ തറാവീഹ് വരും, കെട്ടടങ്ങും. റമദാൻ 17 വീണ്ടും ഇവർക്കൊരു സംശയമാണ്. മുൻഗാമികളാകുന്ന സഹാബത്തിൻ്റെ അസ്ഹാബുൽ ബദറിൻ്റെ മഹത്വങ്ങൾ പറയാൻ പറ്റുമോ പറ്റൂലേ, അസ്ഹാബുൽ ബദറിൻ്റെ പേര് പറയാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ള കാര്യത്തിൽ. ബദരീങ്ങളെ പേര് ഉച്ചരിക്കാതെ തന്നെ ശിർക്കായി പോകും എന്നുള്ള നിലക്കുള്ള വിശദീകരണങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സന്ദർഭം നോക്കിയിട്ട് വിവാദം ഉണ്ടാക്കുക എന്നുള്ള ചില ആൾക്കാരുടെ ഒരു തന്ത്രമാണ്. ഇപ്പോൾ ഒരു വർഷം മാസം കണ്ടുകൊണ്ടിരിച്ചെങ്കിൽ ഇപ്പോൾ അടുത്ത് വെള്ളിയാഴ്ച ദിവസം പെരുന്നാളാകും. അപ്പോൾ വിവാദം കാലെ കൂട്ടിക്കൊണ്ടിരിക്കണം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പെരുന്നാൾ വന്നു കണ്ടിച്ചെങ്കിൽ പിന്നെ പെരുന്നാൾ നിസ്കാരം മതി എന്നാണ് ചില ആൾക്കാരുടെ വാദം. അങ്ങനെയാണ്. അതിന് അവർ എന്തെങ്കിലുമൊക്കെ ദുർന്യായങ്ങൾ പറഞ്ഞിട്ട് മുടക്കിക്കൊണ്ടിരിക്കും. ഇബാദത്തുകൾ മുടക്കുക എന്ന പരിപാടി ഈ ഒരു വിഭാഗത്തിൻ്റെ പ്രത്യേകതയാണ്. ആകെയായിട്ടൊരു ഉണ്ടാക്കിയൊരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, വരാത്ത പള്ളിയൊക്കെ വരേണ്ടെന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ പള്ളികൾക്ക് തെളിക്കുക എന്നുള്ളത് മാത്രമേ ഇവർ ഉണ്ടാക്കിയതുള്ളൂ. ബാക്കിയൊക്കെ ഉള്ളത് ചുരുക്കുക എന്നുള്ള പരിപാടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ട് ആ വിഷയം? ഏത് ഇബാദത്താണെങ്കിലും അത് ചുരുക്കും. അതിൽപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞ മുസ്ലിമീങ്ങളുടെ ജുമാ മുടക്കാനുള്ള പരിപാടി. എന്നാൽ അവർ വെള്ളിയാഴ്ച പെരുന്നാൾ വന്നിട്ടുണ്ടെങ്കിൽ ജുമാ വേണം, ഖത്തീബ് വേണമെന്നുണ്ടോ? ഖത്തീബ് വേണമെന്നില്ല, ജുമാ വേണം. കമ്മിറ്റിക്ക് ജുമാ നിർബന്ധമായിരിക്കുമല്ലോ. അതേ സമയത്ത് ജുമാക്ക് ആള് വരണമെന്നില്ലാന്ന് ഫൈസൽ മൗലവിയുടെ കേസറ്റ് കേട്ടില്ല നിങ്ങൾ? മൂപ്പര് പറഞ്ഞ പ്രകാരം എന്താണ്, വെള്ളിയാഴ്ച ജുമാ ഉണ്ടാകും, ജുമാ കമ്മിറ്റിക്ക് നിർബന്ധമാണ്, കമ്മിറ്റി നടത്തണം, ഖത്തീബ് വേണമെന്നില്ല, ജനങ്ങളും വരണമെന്നില്ല. പിന്നെ ഇത് ആർക്കും വേണ്ടി ജുമാ? എന്തിനാ ചങ്ങ ഇങ്ങനെ വ്യാഖ്യാനിക്കണത്? ഒരു ഹദീസ് കണ്ടാൽ, ഒരു ആയത്ത് കണ്ടാൽ അത് എൻ്റെ യുക്തിക്കും അനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റൂല. മുൻഗാമികൾ എങ്ങനെ വ്യാഖ്യാനിച്ചു, അവരെങ്ങനെ മനസ്സിലാക്കി, ആ നിലയ്ക്കേ പറ്റുള്ളൂ. മുൻഗാമികൾ എങ്ങനെയാണ് ചെയ്തത് അതനുസരിച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. കാരണം അവരുടെ മാതൃക എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതേ സംഭവങ്ങളൊക്കെ നമ്മൾ മുൻഗാമികൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അല്ലേ? വെള്ളിയാഴ്ചയും പെരുന്നാളും കൂടി ഒന്നിച്ച് വന്നിട്ടില്ലേ? പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ സുന്നത്തായ സംഗതിയാണ്.
അത് നിസ്കരിച്ചാൽ ഫർദ് വിടില്ല. ഫർദ് പറഞ്ഞാൽ ജുമ വേറെ സംഗതിയാണ്. ഫർദാണ് ജുമ നിസ്കാരം. പെരുന്നാൾ നിസ്കാരം സുന്നത്തുമാണ്. അപ്പോൾ ഒരു ഹദീസിൽ കാണാലോ, ആലിയ എന്ന് പറയുന്ന മദീനയിൽ നിന്ന് വളരെ ദൂരത്ത് നിൽക്കുന്ന ഒരു പ്രദേശത്ത്, ആലിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്തുള്ള കുറച്ച് ആളുകൾ, ഒന്നോ അതിലധികം ആളുകൾ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പെരുന്നാൾ നിസ്കാരത്തിൽ ഉണ്ടായിരുന്നു എന്ന്. ആ ആളുകളോട് പറഞ്ഞു അത്രേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾ ജുമയ്ക്ക് വരേണ്ടതില്ല. അത് ആ ഒരു ആളുകൾക്ക് മാത്രമേ ബാധകമാവുള്ളൂ. കാരണം എന്താ, ആ കാലഘട്ടത്തിലെ നമ്മൾ അങ്ങനെ കൂടി മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിലെ അവസ്ഥ 1400 കൊല്ലം മുമ്പ് വാഹനങ്ങളില്ല, മുളത്തിൽ പള്ളികളില്ല, വരാൻ സൗകര്യങ്ങളില്ല. മദീനയിൽ നിന്ന് ബഹുദൂരം അവർ വെള്ളിയാഴ്ച മാത്രമേ അവർ ജുമയ്ക്ക് തന്നെ വരാറുള്ളൂ, ബാക്കി പള്ളിയേക്കും വരാറില്ല, ബാങ്ക് വിളി കേൾക്കാറില്ല. അത്തരം ആളുകളോട് പറഞ്ഞു, നിങ്ങൾ കഷ്ടപ്പെട്ടു പോയി വീട്ടിൽ തന്നെ പോയി തിരിച്ചു വരുമ്പോഴത്തേന് ജുമ കിട്ടാത്ത അവസ്ഥ വരും, അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോയാൽ മതി എന്നുള്ള റഹ്മത്തുൽ ലിൽ ആലമീനാണല്ലോ, എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നവരാണല്ലോ. ആ കാരുണ്യവാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ അനുഗ്രഹത്തോടു കൂടി പറഞ്ഞു, കാരുണ്യത്തോടു കൂടി പറഞ്ഞു, നിങ്ങൾ നടന്ന് കഷ്ടപ്പെട്ട് വന്നുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിൽ നിങ്ങൾ പങ്കെടുത്തു, അതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് ജുമുഅക്കും കൂടി വരേണ്ടതില്ല എന്ന് റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കേട്ട സഹാബികൾ, അവരിൽ നിന്ന് മനസ്സിലാക്കിയ താബികൾ, അവരെല്ലാവരും ഇതിൻ്റെ എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അതുപോലെ മനസ്സിലാക്കി. ശേഷം അവർക്ക് പെരുന്നാളും ജുമയും ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു, അവരെ രണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് തന്നെ എന്തിനാണ്? ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുമ്പോൾ നാളെ മഹ്ശറ വൻമുറ്റത്ത് വന്നിട്ട് നമ്മൾ അമലുകൾ തൂക്കുന്ന സമയത്ത് കൂലി ഏറ്റവും കൂടുതൽ കിട്ടാനും വേണ്ടി കൂടുതൽ അമൽ ചെയ്യല്ലേ? അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയും കുറക്കല്ലല്ലോ. അപ്പോൾ ഫർളാക്കപ്പെട്ട ജുമാ നിസ്കാരത്തെ ബാത്തിലാക്കിക്കൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് സുന്നത്താകുന്ന ഇത് മതി എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. തലയെക്കെട്ട് പറഞ്ഞ സംഗതി സുന്നത്താണ്, ഉടുതുണി പറഞ്ഞ സാധനം ഫർളാണ്. അപ്പോൾ ഉടുതുണി അയച്ചുകൊണ്ട് തലയെ കെട്ടി എന്ന് പറഞ്ഞതുപോലെ അല്ലേ സത്യത്തിൽ ഈ വഹാബി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഏതൊരു ഹദീസാണെങ്കിലും ഏതൊരു ആയത്താണെങ്കിലും നേരെ കണ്ടതുപോലെ അങ്ങോട്ട് വെക്കാൻ പറ്റൂല. അത് മഹാന്മാർ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, ഹബീബറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് കിട്ടിയ സഹാബത്ത് ഏത് രൂപത്തിൽ മനസ്സിലാക്കി അതുപോലെ വേണം മനസ്സിലാക്കാൻ. അത് മനസ്സിലാക്കി ഇമാമുമാർ നമ്മളോട് പറയുന്നുണ്ട്, വെള്ളിയാഴ്ച ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നിട്ടുണ്ടെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന് പുറമെ ജുമുഅ നിസ്കരിക്കണമെന്ന് മുൻഗാമികൾ ചെയ്തു പോയ ഒരു അമലാണ്. അതങ്ങനെ തന്നെ ചെയ്യണം. അതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് പുത്തൻവാദത്തിൻ്റെ മറവിൽ ആരെങ്കിലൊക്കെ ദുർവാശി കാണിക്കുകയും അമലുകളെ മുടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അവർക്ക് വിട്ടെടുക്കുക എന്നല്ലാതെ നമ്മളായിട്ട് നമ്മൾ ഇതാക്കണ്ട. നമ്മൾ ഓരോ പള്ളിയിലും പോകുന്ന ഒരു നമ്മളെ പള്ളിയിലും വേണ്ടില്ല, ഓലായി ഓരോ പള്ളിയായി ഓരെന്തെങ്കിലും ചെയ്തോട്ടെ. ആ പള്ളിയിലും ജുമയ്ക്കൊക്കെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ മുൻഗാമികളെന്ന സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ ഇവർ കാണിച്ചു തന്നൊരു വഴിയുണ്ട്, ആ വഴിയിലൂടെ സഞ്ചരിക്കുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മാസം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളായാൽ നമ്മളായിട്ട് ജുമുഅ ബാത്തിലാക്കരുത്, ജുമുഅ ഖല്ലത്താക്കരുത്. എല്ലാവരും വരണം. സുന്നത്താക്കപ്പെട്ട പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുകയും പിന്നെ വീട്ടിൽ പോയതിനു ശേഷം തിരിച്ചു വന്നുകൊണ്ട് ഫർദാക്കപ്പെട്ട ജുമയും കൂടി നിസ്കരിക്കണം. അതാണ് മുൻഗാമികൾ ചെയ്തു പോന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ ഏതെങ്കിലും തലയും വാലില്ലാത്തവൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അവൻ്റെയൊക്കെ പിന്നാലെ പോകരുത്. പോയത്തോളമുള്ള അവസ്ഥ മുമ്പ് തറാബീൻ്റെ 8 പറഞ്ഞ് വ്യാഖ്യാനിച്ചു. അവസാനത്തിൽ സക്കരിയ സുലാഹി എന്ന് പറയുന്ന പഴയകാലത്തെ ആൾ തന്നെ തിരുത്തി പറഞ്ഞു, അതിൽ നമുക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? വഹാബി പിടിച്ച എല്ലാ വിഷയങ്ങളും വഹാബി തന്നെ പിന്നീട് തിരുത്തിയിട്ട് അതങ്ങനെയല്ല എന്ന് പറയാണ് അല്ലേ? ബാലുശ്ശേരിയെ ഇപ്പം നാളുണ്ട് വെല്ലുവിളിക്കുന്നു, നഷാഫ് മൗലവി എന്നൊരാള് അല്ലേ?
സഹാബത്തിനെതിരെയും അയിമത്തിനെതിരെയും കിതാബുകൾ രചിച്ച ഒരുപാട് ഇമാമുമാർക്കെതിരെയൊക്കെ ശക്തമായി പറയുന്ന ബാലുശ്ശേരിയെ വെല്ലുവിളിക്കുകയാണ്. എന്ത് 4 അക്ഷരം ഓതി എഴുതി വെച്ച കിതാബെങ്കിലും വായിക്കാൻ കൊണ്ട് കയ്യോയിച്ചുകൊണ്ട് നിഷാഫും മൗലവിയും. കാരണം എന്താ, അവർ പറയുന്ന സംഗതികൾക്കൊക്കെ ബാത്തിലാണ് എന്ന് അവർക്ക് തന്നെ വ്യക്തമായ ബോധമുണ്ട്. അപ്പം ബോധമില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ബോധ്യപ്പെടും. അപ്പോൾ നമുക്കാകെ 10-65 വയസ്സേ ഉണ്ടാവുള്ളൂ വല്ല കൂടി പോയാൽ. അതിൻ്റെ അടുക്ക് കിട്ടുന്ന ഇബാദത്തുകളൊക്കെ എത്രയും കഴിവിൻ്റെ പരമാവധി സുന്നത്തുകളും ഫർദുകളും വീട്ടിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ലിഖായിലേക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാകുക എന്നല്ലാതെ ഉള്ള സംഗതിയൊക്കെ ഏതെങ്കിലുമൊക്കെ തലക്ക് വെളിവില്ലാത്തവൻ ചിന്തിച്ച് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യേണ്ട. ഇമാമുമാരെങ്ങനെയാണോ നിലപാട്, ആ നിലപാടിൽ നമ്മൾ അടിയുറച്ച് നിൽക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്.